വയനാടിൽ ആ രോഗം, കോഴിക്കോട് ഈ രോഗം, മലപ്പുറത്ത് മറ്റേ രോഗം. ഓരോ ജില്ലകൾക്കും പുതിയ പുതിയ രോഗങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? ഇത് ശരിക്കും മനുഷ്യനെ അനാവശ്യമായി ഭയപ്പെടുത്തുകയാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. മഴക്കാല രോഗങ്ങൾ ഏത് രാജ്യത്താണ് ഇല്ലാത്തത്? പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഓരോ വർഷവും കടന്നു പോകുന്ന ഒരു സാഹചര്യം മാത്രമല്ലേ. കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ കനത്ത മഴയും ഇടയ്ക്ക് നല്ല വെയിലും മാറി മാറി വരുമ്പോൾ മനുഷ്യ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കുകയും സ്വാഭാവിക പ്രതിരോധ സംവിധാനമല്ലേ പനിയും ജലദോഷവും ഒക്കെ. അതിനൊക്കെ പ്രത്യേക പേരുകൾ കൊടുത്തുകൊണ്ട് പലതരം മരുന്നുകൾ കഴിച്ച് ആ മരുന്നിൻ്റെ പാർശ്വഫലം കൊണ്ടാണോ ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വസ്ഥമായി വീട്ടിൽ അസുഖങ്ങളെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇല്ലാത്ത അപകടം എന്തുകൊണ്ട് മരുന്നുകൾ കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ചർച്ചയ്ക്കും ചിന്തിക്കാനും മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ.